കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം LP ഇൻ്റർവ്യൂ നടന്നിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2 വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. 3ാമത്തെ വീഡിയോ ആണിത്. തീർച്ചയായും മുഴുവനായും കാണുക. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ കൂട്ടുകാർ പങ്കുവച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഇവിടെ വീഡിയോ ആയിട്ട് ചെയ്തത്. മറ്റു ചില കൂട്ടുകാർ എന്നോട് പറഞ്ഞ് ചില ചോദ്യങ്ങൾ അവരുടെ ഓർമ്മയിൽ നിന്നും പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നത സ്ഥാനം അലങ്കരിച്ച് കണ്ട കുറച്ച് അധ്യാപകരുണ്ട്. അവരുടെ പേര്, അവരാരെല്ലാമാണ് എന്നൊരു ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാവുന്നത് ഡോക്ടർ S. രാധാകൃഷ്ണൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യമായും നമ്മൾ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യമായി നമ്മൾ ഉൾപ്പെടുത്തുക. രണ്ടാമതായി സ്വാമി വിവേകാനന്ദൻ. പിന്നെ നമുക്ക് പറയാവുന്ന വ്യക്തികളാണ് സാവിത്രിബായ്, മുൻഷി പ്രേംചന്ദ് എന്നിവരെല്ലാം തന്നെ. സാവിത്രിബായ് എൻ്റെ അറിവിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഒക്കെ അധ്യാപിക, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രധാന നിലയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ അധ്യാപിക ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റൊരു ചോദ്യം, ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം. ദേശീയ സാക്ഷരതാ മിഷൻ 1988 മെയ് 5 ആരംഭിച്ചത്. 3ാമത്തെ ചോദ്യം, ഉച്ചഭക്ഷണ ഡ്യൂട്ടി ടീച്ചർ എന്ന പദവി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ജോലി ലഭിച്ച ശേഷം നിങ്ങൾക്ക് ആ ഡ്യൂട്ടി നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെക്കുക? അതില്ല എങ്കിൽ ഒരു ഉച്ചഭക്ഷണ ഡ്യൂട്ടിയുള്ള ടീച്ചറുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് എന്നതാണ് നമുക്ക് പറയാവുന്ന ഉത്തരങ്ങൾ. പോഷകമൂല്യമുള്ള നല്ല ഭക്ഷണം, വിഷമയമല്ലാത്ത നല്ലൊരു ഭക്ഷണം കുട്ടികളിൽ എത്തിക്കുക എന്നതാണ് ആ ടീച്ചറുടെ പ്രധാന ഡ്യൂട്ടി. അത് ഉറപ്പുവരുത്തേണ്ടത് ടീച്ചറുടെ കടമയാണ്. ഓരോ ദിവസവും ഏത് ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്നതിനൊരു മെനു തയ്യാറാക്കണം. അതൊരു മാസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചയിലെയോ മെനു ടീച്ചേഴ്സ് തയ്യാറാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെനു റിപ്പീറ്റ് ചെയ്തു വരാത്ത വിധത്തിൽ ഒരു മെനു തയ്യാറാക്കണം. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും എത്ര പേർ ഭക്ഷണം കഴിച്ചു എന്നത് ക്ലാസ്സിൽ രേഖപ്പെടുത്തുകയും അത് ഓൺലൈനായിട്ട് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഓൺലൈനായിട്ട് രേഖപ്പെടുത്തേണ്ടത് ഈ ഒരു അധ്യാപികയുടെ കടമയാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇതിനാവശ്യമായ, അതായത് പാചകത്തിന് ആവശ്യമായ ഗ്യാസ് അല്ലെങ്കിൽ വിറക്, അതിനാവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതെല്ലാം സ്കൂളിൽ എത്തിക്കുക, അത് ഓർഡർ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി എല്ലാം ഈ ടീച്ചർക്ക് തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരല്പം ഹെവി ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. അതിൽ ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ പറയുക. മറ്റൊരു ചോദ്യം, ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണോ? എങ്കിൽ ഫെസിലിറ്റേറ്ററിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടികളുടെ പഠിപ്പിക്കുക, അവർക്ക് ആവശ്യമായ പഠനത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇവിടെ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ് എന്ന് നമുക്കറിയാം. ടീച്ചറുടെ ഒരു ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടികളുടെ ഗോൾസ് നേടിയെടുക്കാനായിട്ട് ഒരു ഹെൽപ്പറായിട്ട് ഒപ്പം നിൽക്കുക എന്നതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചറിനെ മെൻറ്റർ എന്ന നിലയിൽ എന്തെല്ലാം ഡ്യൂട്ടീസാണുള്ളത്, മെൻറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്താണ് എന്നതിനെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ മെൻറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്താണ് എന്നുള്ളത് ഇവിടെ ഫെസിലിറ്റേറ്റർ എന്ന ഡ്യൂട്ടിക്ക് ഒപ്പം നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരുവിധം എല്ലാം ഫെസിലിറ്റേറ്റർ എന്ന 2 കടമ്പകളും ആ 2 പൊസിഷൻസും ഏകദേശം ഒരേ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതാണ്. ഫെസിലിറ്റേറ്റർ എന്നൊരു പദവിക്ക് മറ്റ് 2-3 കടമകൾ കൂടി നമുക്ക് എടുത്ത് പറയാവുന്നത് നല്ലൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് കുട്ടികൾക്ക് സൃഷ്ടിച്ച് നൽകുക എന്നതാണ്. അതുപോലെ ഈ ടീച്ചർ എന്നത് ഫെസിലിറ്റേറ്ററായി മാറുമ്പോൾ ഫെസിലിറ്റേറ്റർ വ്യത്യസ്തമാകുന്നതിൻ്റെ ഒരു കാരണം, ഫെസിലിറ്റേറ്റർ എപ്പോഴും പ്രോസസ്സിനെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രവർത്തനം നടത്തി അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്തായിരിക്കും എന്നതിനെ പറ്റി ഫെസിലിറ്റേറ്റർ ചിന്തിക്കില്ല. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടി എന്തെല്ലാം നേടുന്നു എന്നതിനാണ് ഫെസിലിറ്റേറ്റർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എക്സാമ്പിൾ പ്രോജക്റ്റ് നമുക്ക് പറയാം. കുട്ടി അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നോ
എന്നതിനേക്കാൾ ഉപരി കുട്ടി കടന്നു പോകുന്ന പല ഘട്ടങ്ങൾ, പ്രോജക്റ്റിൻ്റെ ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നോക്കി പോകണം. അപ്പോൾ ഈ ഓരോ ഘട്ടങ്ങളിലൂടെ കുട്ടി സ്വായത്തമാക്കുന്ന അറിവുണ്ട്, അതിനെ സ്വാംശീകരിച്ചെടുക്കുക, കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നൊരു കടമയാണ് ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റർ എന്നത് എപ്പോഴും പാസീവായിരിക്കും. എല്ലാ ആക്ടിവിറ്റീസും ഈ ഫെസിലിറ്റേറ്റർ കുട്ടികൾക്ക് നൽകുമ്പോൾ ആക്റ്റീവ് റോൾ എപ്പോഴും കുട്ടികളുടേതാണ്. ഫെസിലിറ്റേറ്റർ എപ്പോഴും പാസീവ് റോളിലായിരിക്കും ഇരിക്കുക. എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് ഈ ഫെസിലിറ്റേറ്റർ ആയിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്റർ എന്നത്. തീർച്ചയായും ആ വീഡിയോ നിങ്ങൾ കാണുക, അതിൽ മെൻറ്ററിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. മറ്റൊരു ചോദ്യം സ്കൂൾ അസംബ്ലിയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. എല്ലാ ജില്ലയിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയതെല്ലാം തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. സ്കൂൾ അസംബ്ലിയെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം വിദ്യാലയമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഈ സ്കൂൾ അസംബ്ലി കാരണമാണ്. കാരണം സ്കൂൾ അസംബ്ലിയിൽ പലപ്പോഴും കുട്ടികൾക്ക് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പല സ്കൂളുകൾ തമ്മിൽ പല മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സ്കൂൾ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആഘോഷ പ്രകടനം നടക്കുന്നത് മിക്കവാറും സ്കൂൾ അസംബ്ലിയോടനുബന്ധിച്ചാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ എന്നൊരു ഫീലിംഗ് വരുന്നത് കുട്ടികളിൽ ഈ സ്കൂൾ അസംബ്ലികളിൽ വെച്ചാണ്. കുട്ടികളിൽ ഐക്യബോധം വളർത്താനായിട്ടും ഈ ഒരു സ്കൂൾ അസംബ്ലി ഒരുപാട് സഹായിക്കും. കുട്ടികൾക്ക് ആവശ്യമായ അറിയിപ്പുകൾ നൽകാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും സ്കൂൾ അസംബ്ലിയിലൂടെയാണ് കഴിയുക. കുട്ടികൾക്ക് തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് സ്കൂൾ അസംബ്ലി. തീർച്ചയായും ഇപ്പോൾ LP സ്കൂളുകളാണെങ്കിൽ തീർച്ചയായും ഹൈസ്കൂളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും പ്രത്യേകിച്ച് LP സ്കൂളുകളാണെങ്കിൽ എല്ലാ കുട്ടികളുടെയും ഓരോ ദിവസവും കുട്ടികളുടെ 1-2 കുട്ടികളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവ് അവർക്ക് മറ്റു കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഈ ഒരു സ്കൂൾ അസംബ്ലി വേദിയൊരുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഐറ്റം പഠിച്ചതിന് ശേഷം അത് കുട്ടികൾക്ക് മുമ്പ് കാണിക്കാനായിട്ട് സ്കൂൾ അസംബ്ലിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. ഹൈസ്കൂൾ ഉള്ള സ്കൂളുകളാണെങ്കിൽ പോലും LP ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇടം സ്കൂൾ അസംബ്ലിയിൽ പ്രത്യേകിച്ച് പ്രധാന അധ്യാപകൻ നൽകുന്നുണ്ട്. മറ്റൊന്ന് ദിനാചരണങ്ങൾ ആഘോഷിക്കാനും ദേശീയബോധം വളർത്താനും സ്കൂൾ അസംബ്ലിയാണ് കാരണം. തീർച്ചയായും ദിനാചരണങ്ങളെക്കുറിച്ച് പറയാനും അത് അറിയാനും അതിനെപ്പറ്റി അറിയാനും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവസരം ഒരുങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂൾ അസംബ്ലിയാണ്. മറ്റൊരു പ്രധാന കാര്യം സമ്മാനങ്ങൾ നേടുന്ന കുട്ടികളെ, ഏതെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടുന്ന കുട്ടികളെ ആദരിക്കുന്നത് മറ്റു കുട്ടികൾക്ക് കാണാനുള്ള ഒരു അവസരം സ്കൂൾ അസംബ്ലിയിലൂടെ ഉണ്ടാകും. ഇത് മറ്റു കുട്ടികൾക്കൊരു നല്ലൊരു അഭിപ്രേരണ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. തങ്ങൾക്കും അത് നേടണം എന്നുള്ളൊരു ആഗ്രഹം കുട്ടികളിൽ വളർത്താൻ സ്കൂൾ അസംബ്ലി കാരണമാകും. ഇതെല്ലാം തന്നെയാണ് സ്കൂൾ അസംബ്ലിയുടെ പ്രാധാന്യം. തീർച്ചയായും സ്കൂൾ അസംബ്ലിയെക്കുറിച്ചും ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന ടീച്ചറുടെ റോളിനെ പറ്റിയും മറ്റൊരു പ്രധാന ചോദ്യം എന്ന് പറഞ്ഞത് ഉച്ചഭക്ഷണ ഡ്യൂട്ടി ഒരു ടീച്ചർക്ക് കിട്ടുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതും, അതുപോലെ പ്രധാനപ്പെട്ട അവസാന 2 ചോദ്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ച അധ്യാപകരെ പറ്റിയും ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷവുമാണ് 1988 മെയ് 5. ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രധാനമായും കണ്ടുവന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ച അധ്യാപകരെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ കമൻസായി രേഖപ്പെടുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ അത് രേഖപ്പെടുത്തി നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ പറയാനായിട്ട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും വീഡിയോസ് ഉപകാരപ്രദമാകും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.